ശ്രീ പിണറായി വിജയൻ്റെ വീടുൾപ്പെടെ സംസ്ഥാനത്ത് 1 ഡസനോളം കേന്ദ്രങ്ങളിൽ ഇന്ന് ഇ.ഡി. നടത്തിയ റെയ്ഡ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വീണ്ടും അവസരമൊരുക്കിയിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവർ എടുത്തിട്ടുള്ള പല കേസുകളുമായി ബന്ധപ്പെട്ട് വാഷിംഗ് മെഷീൻ എന്ന അപരനാമത്തിൽ എൻഫോഴ്സ്മെൻറ്റിനെ വിശേഷിപ്പിക്കാനായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ പലപ്പോഴും ആഗ്രഹിച്ചത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായും വളരെ ഗൗരവതരമായിട്ടുള്ളതാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, ഫ്യൂഗിറ്റീവ് എക്കണോമിക് ഒഫൻസ് ആക്ട് തുടങ്ങിയ പണം കൈമാറ്റത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരുന്ന ദേശീയ സുരക്ഷയെ മുൻനിർത്തിയുള്ള എൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രവർത്തനം എന്നാൽ പലപ്പോഴും ലക്ഷ്യം തെറ്റി BJPക്കെതിരായി രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെജ്രിവാളിനെതിരെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആ കടന്നുകയറ്റവും അറസ്റ്റുമൊക്കെ പിന്നീട് ആ കേസ് പോലും നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ഇ.ഡിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാളിതുവരെയായി ഏതാണ്ട് 6500ഓളം കേസുകളിൽ അവർ അന്വേഷണം നടത്തിയിട്ടും ഓരോ കേസുകളിലും നിരവധി ആളുകൾ ഉണ്ടായിട്ടും ഇതുവരെ ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 100 ആളുകൾക്കാണ്. എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുക്കുന്ന കേസുകളിൽ 90% കേസുകളിലും ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ, എന്നാൽ ഇ.ഡിയുടെ അത്തരം ശ്രമങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റവാളികളാണോ എന്ന സംശയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഇപ്പോഴും ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിന് മറ്റൊരു വശമുള്ളത്, പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് BJPക്കെതിരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്ന പല ആളുകളെയും മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകളുടെ പേരിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവർ ആ പാർട്ടികൾ ഉപേക്ഷിച്ച് BJPയോടൊപ്പം ചേരാൻ ശ്രമിച്ചതിലൂടെ അത്തരം ആളുകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുകയും അവരുടെ കേസുകൾ മറഞ്ഞു പോവുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാം. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന വിമാന അപകടത്തിൽ മരണപ്പെട്ട അജിത് പവാർ അതിലൊരാളാണ്. നമുക്കറിയാവുന്ന BJPയുടെ ഇന്നത്തെ ഏറ്റവും ശക്തനായ ആസാം മുഖ്യമന്ത്രി, മുൻ കോൺഗ്രസ് നേതാവ് ഹേമന്ത് ശർമ്മയെ ഇത്തരത്തിൽ ഇ.ഡി ചോദ്യം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം BJPയുടെ ഭാഗമായി ആസാം രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവായി മാറിയത്. സുവേന്ദു അധികാരി എന്ന പുതിയ ബംഗാൾ മുഖ്യമന്ത്രി, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ ഇ.ഡി പണ അപഹരണവുമായി ബന്ധപ്പെട്ട് 1ലധികം കേസുകളിൽ ചോദ്യം ചെയ്ത അദ്ദേഹം എന്നാൽ BJPയിലെത്തിയതോടെ ആ കേസുകൾ അപ്രത്യക്ഷമായിരുന്നു എന്നാണ് വസ്തുതകൾ പറയുന്നത്. TDP എന്ന പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ചന്ദ്രബാബു നായിഡു, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇ.ഡി അന്വേഷണം ശക്തമായതിനു ശേഷം ആ കേസിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നേടാൻ സഹായിച്ചത് അദ്ദേഹം NDAയിൽ എത്തുകയും അങ്ങനെ ഒരിക്കൽ കൂടി ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകാൻ അവസരമുണ്ടാകുകയും ചെയ്തതിലൂടെയാണെന്നും വ്യക്തമാണ്. അന്ന് പറയുമ്പോൾ രാജ്യത്ത് 4 മുഖ്യമന്ത്രിമാരെ സൃഷ്ടിക്കുവാൻ മറ്റ് പാർട്ടികളിലോ BJPക്കെതിരായോ നിലപാടുകൾ എടുത്ത സംസ്ഥാന തലത്തിലെ പ്രമുഖരായ ആളുകളെ ഇ.ഡി ചോദ്യം ചെയ്തതിലൂടെ അവർ BJPയിലെത്തുകയോ NDAയുടെ ഭാഗമാകുകയോ മാറുന്നത് വഴി 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയാവുകയും അവർക്ക് എതിരായ കേസുകൾ അപ്രത്യക്ഷമായി പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇ.ഡിയെ വാഷിംഗ് മെഷീൻ എന്ന തരത്തിൽ പൊതുവെ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ അത് ശ്രീ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി BJPക്കെതിരായിട്ടുള്ള CPIMന്റെ നീക്കങ്ങളെ
പരുവപ്പെടുത്താനുള്ള ശ്രമമാണോ എന്നുള്ള സംശയം ശക്തമാണ്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടലുകൾ സുതാര്യമായിട്ടെങ്കിലും കേരളത്തിൽ നടപ്പാക്കുമോ എന്നുള്ള സംശയം നിലനിൽക്കുമ്പോഴാണ് ഇ ഡിയുടെ വാഷിംഗ് മെഷീൻ എന്ന വിശേഷണത്തിനും ഇ ഡിയുടെ അന്വേഷണത്തിൽ 1% ആളുകളെ പോലും ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യവും ഒരു പ്രധാനപ്പെട്ട സംശയമായി നിഴലിച്ചു നിൽക്കുന്നത്.